നമസ്കാരം. KS കിസാമിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് തുടക്കക്കാരായ പല ആൾക്കാർക്കും അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ തേനീച്ച വളർത്തുന്ന എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും തുടക്കക്കാർക്ക് ഇത് ഒരുപക്ഷെ അറിയത്തുണ്ടാവില്ല. ഇത് നമ്മുടെ തേനീച്ചപ്പെട്ടികളിൽ തേനീച്ച പോയി കഴിയുമ്പോൾ അടപ്പുഴു നമ്മുടെ മെഴുക് എല്ലാം കൂടെ തിന്നതിന് ശേഷം അവരുടെ വേസ്റ്റാണ് ഈ കാണുന്നത്. അങ്ങനെ അടപ്പുഴു നമ്മുടെ പെട്ടി തന്നെ നശിപ്പിച്ച് കളയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തിന്നു കഴിഞ്ഞ് ഈ പലകയുടെ ഈ സൈഡിൽ കാണുന്ന പലകയുടെ സൈഡിൽ കയറി ഇരുന്നിട്ട് അവർ കൂടുകൾ കൂട്ടിയിട്ട് അവർ സമാധിയായിട്ട് അവർ ആ പ്രൈമ മുഴുവൻ തിന്നു തീർക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കമ്പി മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തിന്ന് തീർത്തിരിക്കുകയാണ്. അപ്പം ഇതുപോലെയാണ് ഓരോ ഫ്രെയിമും നമുക്ക് എടുത്ത് കാണിക്കുക. എല്ലാ ഫ്രെയിമുകളും ഇതുപോലെ അവർ തിന്ന് തീർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം അടിവശത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പം മാത്രമല്ല ആ പുഴുക്കളായി മാറുകയും ചെയ്യും. മാത്രമല്ല പുഴുക്കൾ പിന്നീട് സമാധിയായ ശേഷം സമാധി വിരിഞ്ഞ് ശലഭങ്ങളായി അടുത്ത കൂടുകളിലേക്ക് വീണ്ടും കയറി വീണ്ടും മുട്ടയിടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം നമ്മളിങ്ങനെ പെട്ടിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ പെട്ടി തന്നെ അവർ തിന്നു തീർക്കും. അപ്പം ഇതാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തേനീച്ചപ്പെട്ടിയിൽ നിന്നും ഈച്ചകൾ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, അടിയിൽ ഇവർ തിന്നതിന് ശേഷം ഇതുപോലെ വേസ്റ്റുകൾ കാണും. നമ്മുടെ ഈ തേനീച്ചപ്പെട്ടിയുടെയൊക്കെ അടിയിൽ തന്നെ നമുക്ക് ഈച്ച ഉള്ളപ്പോൾ തന്നെ ഇതുപോലെ വേസ്റ്റുകൾ ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടകളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുഴുക്കളെ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല. ഇതുപോലെ വലുതായി കഴിയുമ്പോഴാണ് പുഴുക്കളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അടയുടെ ഫ്രെയിമിൻ്റെ അകത്തൂടെ അവർ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ ഈച്ചയുടെ ശക്തി ഉള്ളതുകൊണ്ട് അവരങ്ങനെ അന്നപ്പോൾ നമുക്ക് കാണാനും കഴിയത്തില്ല. ചില സാഹചര്യങ്ങൾ നമുക്ക് പെട്ടിയുടെ അടിയിലൊക്കെ പൊഴിഞ്ഞ് കിടക്കും കാണാം. ഇതുപോലെ ഇവർ പെട്ടിയുടെ പലകയുടെ സൈഡുകളിൽ ഇവർ ഇതുപോലെ കൂടുകൾ കൂട്ടി സമാധിയാക്കിയിട്ട് ലാസ്റ്റ് ഇവർ അവിടെ ഇരുന്നിട്ട് ആ പെട്ടിയുടെ പലകയാണ് പിന്നീട് തിന്നുന്നത്. ഇതിന് ആ പലകയിൽ ഇരുന്നുകൊണ്ട് പിന്നെ ആദ്യം ഇവർ മെഴുക് തിന്ന് വളരാൻ തുടങ്ങും. പിന്നീട് ഇവർ കൂട്ടി അതിൻ്റെ അകത്തിരുന്നുകൊണ്ട് പലകൾ തന്നെ തിന്നാൻ തുടങ്ങും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് പലക തിന്നേക്കുന്നതൊക്കെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുത്തിയെടുത്ത് കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ പലക അവർ തിന്നുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പലക തിന്ന് ലാസ്റ്റ് ഫ്രെയിമും പലക തിന്ന് നമ്മുടെ പലക എല്ലാം തിന്നു തീർക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തേനീച്ചയുണ്ടോ ഈ അടപ്പുഴു തിന്ന ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ചെറിയ കത്തിക്ക് ചിരണ്ടി എടുത്ത് കാണിക്കുന്നത് തന്നെ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അത് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ ഈച്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി വെക്കേണ്ടതുണ്ട്. മാത്രമല്ല നമുക്ക് ഈ മെഴുകുകൾ നമ്മൾ ഉരുക്കി കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ അതിന് നല്ല വില കിട്ടുന്നതാണ്. വിപണിയിൽ ഒരുമാതിരി വിലയുള്ള സാധനമാണ് മെഴുക്. അതുപോലെ തന്നെ ഇനി കുറച്ചൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അടുപ്പിൽ തീ പിടിപ്പിക്കാനും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് തീ പിടിപ്പിക്കാനും സാധിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കയറി കാണാവുന്നത്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. നന്ദി, നമസ്കാരം.